ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പം ഒരു യാത്ര, അതാണ് ഈ ഒക്ടോബർ മാസത്തിൽ ഈ മരിയൻ ചിന്തകളുടെ ആപ്തവാക്യം. അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. വിശ്വാസത്തോടെയും ഭക്തിയോടെയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് മാതാവിൽ നിന്ന് അനുഗ്രഹം ലഭിക്കും. ഏറ്റവും മനോഹരമായ ഒരു വാഗ്ദാനമാണിത്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, വിശ്വാസത്തോടെ ജപമാല ചൊല്ലണം. രണ്ട്, ഭക്തിയോടെ ജപമാല ചൊല്ലണം. അതൊരു നിയോഗം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ, ജപമാല ചൊല്ലിയാൽ തീർച്ചയായിട്ടും മാതാവ് നമുക്ക് അനുഗ്രഹം തരും, ഉറപ്പാണ്. എൻ്റെ ഒരു അനുഭവമുണ്ട്. ഓസ്ട്രേലിയയിൽ ഞാൻ എത്തിയപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ്. അതൊരു വലിയ ഐഡിയ ആണ്. അപ്പോൾ അത് കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ലേണേഴ്സ് ടെസ്റ്റ് ഞാൻ പാസ്സായി ആദ്യത്തെ അറ്റംപ്റ്റിൽ. രണ്ടാമത്തേത് റോഡ് ടെസ്റ്റാണ്. അത് കഴിഞ്ഞാൽ ലൈസൻസ് ഉറപ്പാണ്. ഓരോ റോഡ് ടെസ്റ്റ് കഴിയുമ്പോഴും ആ ലൈസൻസിൻ്റെ റോഡ് ടെസ്റ്റിന് വന്ന ഇൻസ്പെക്ടർ കഴിയുമ്പോൾ നമ്മളോട് പറയും, കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജയിച്ചു. അദ്ദേഹം എല്ലാം കണക്ക് കൂട്ടിയിട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയാനിട വന്നാൽ അത് തോറ്റു എന്നർത്ഥം. അങ്ങനെ ആദ്യത്തെ അറ്റംപ്റ്റിന് റോഡ് ടെസ്റ്റിന് ഞാൻ പോയി. അത് കഴിഞ്ഞു വലിയ പ്രതീക്ഷയോടുകൂടി സർവീസ് സെൻറ്ററിൽ ഞാനെത്തി. അദ്ദേഹമെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അവസാനം അദ്ദേഹം പറഞ്ഞു, അൺഫോർച്ചുനേറ്റ്ലി യു ഫെയിൽഡ്. സങ്കടമായി. ഇനി 7 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ഡേറ്റ് നമുക്കെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെ 7 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാനൊരു ഡേറ്റ് എടുത്തു. ആ ഡേറ്റിലും ഞാൻ വാഹനം ഓടിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വീണ്ടും അദ്ദേഹം എന്നോട് പറഞ്ഞു, അൺഫോർച്ചുനേറ്റ്ലി യു ഫെയിൽഡ്. രണ്ടാമത്തെ അറ്റംപ്റ്റും ഞാൻ പരാജയപ്പെട്ടു പോയി. റീസൺ പലതുമുണ്ട്. ഒരു ബ്ലൈൻഡ് സ്പോട്ട് നോക്കിയില്ല, അങ്ങനെ പലതും. വീണ്ടും 7 ദിവസം കഴിഞ്ഞ് അടുത്തൊരു ടെസ്റ്റും കൂടെ ഞാൻ എടുത്തു, മൂന്നാമത്തെ ടെസ്റ്റ്. അത് കഴിഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് ഇതുപോലെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അദ്ദേഹം മൂന്നാമതും എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അൺഫോർച്ചുനേറ്റ്ലി യു ഫെയിൽഡ്. 3 പ്രാവശ്യമാണ് ഞാൻ പരാജയപ്പെട്ടത്. ലൈസൻസ് ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ട് ലൈസൻസ് എടുത്തേ പറ്റുകയുള്ളൂ. എൻ്റെ മുന്നോട്ടുള്ള വിസ പ്രോസസ്സിന് ലൈസൻസ് വളരെ നിർബന്ധമാണ്. അങ്ങനെ ഞാൻ 4ാമത്തെ ഒരു അറ്റംപ്റ്റ് എടുക്കാനായി ഞാൻ ബുക്ക് ചെയ്തു. ഞാൻ ഒരു കാര്യം ചെയ്തു. 4ാമത്തെ അറ്റംപ്റ്റിന് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വിളിച്ചു. 87 വയസ്സുള്ള അമ്മ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കലാണ്. അനുജൻ്റെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷ വരുമ്പോൾ ഏതെങ്കിലും കാര്യം നേടാനുണ്ടെങ്കിൽ അവരമ്മയോട് പറയും, അമ്മേ ഇന്ന നിയോഗമുണ്ട്, അമ്മ ഒരു കൊന്തയല്ലണം. തീർച്ചയാണ് ആ മക്കൾക്ക് അതിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. ഞാൻ അപ്പോഴാണ് ഓർത്തത്, അമ്മയോട് പറഞ്ഞില്ല ഇത്രയും ദിവസം ഞാനിങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നു, അമ്മ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ പറ്റിയില്ല. അന്ന് ഞാൻ അമ്മയോട് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഞാനിങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോവാണ്, അമ്മ ഇന്ന് ചൊല്ലുന്ന കൊന്ത എനിക്കിത് കിട്ടാൻ വേണ്ടി, ജയിക്കാൻ വേണ്ടിയുള്ള ഒരു നിയോഗമായിട്ട് അമ്മ സമർപ്പിക്കണം. അമ്മ പറഞ്ഞു, മോനെ പ്രാർത്ഥിച്ചോളാം. അങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി. ടെസ്റ്റ് കഴിഞ്ഞ് വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കോൾ കാത്തിരിക്കുന്നു. അദ്ദേഹം എന്നെ കണ്ടപാടെ എന്നോട് പറഞ്ഞു, കൺഗ്രാജുലേഷൻ, യു ഹാവ് വൺ ദ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരൊറ്റ തെറ്റ് പോലും വരുത്താതെയാണ് ഞാൻ ആ ടെസ്റ്റ് പൂർത്തിയാക്കിയത്. എനിക്ക് ഭയങ്കര സന്തോഷമായതിൻ്റെ കാരണം അന്ന് അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹമാണെന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം ആ ജപമാലയുടെ ശക്തി അതാണ്. പ്രാർത്ഥിച്ചാൽ മതി, തീർച്ചയായിട്ടും കിട്ടും, അനുഗ്രഹം കിട്ടും. 2 കാര്യങ്ങളാണ് അമ്മ വാഗ്ദാനം ചെയ്യുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, ഭക്തിയോടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെയും ഭക്തിയോടെയും
ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും പരിശുദ്ധമ്മയുടെ അനുഗ്രഹം ലഭിക്കും. അതാണ് ജപമാല എന്ന വലിയ പുണ്യത്തിൻ്റെ കൃപ. ആ കൃപയാണ് ഈ മാസം നമ്മൾ സ്വീകരിക്കുക. അമ്മയോടൊപ്പം ഒരു യാത്ര. അമ്മ കൂടെ ഉണ്ടാകട്ടെ. ദൈവം പരിശുദ്ധമ്മ വഴി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.